ഹായ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പോട്ടി ട്രെയിനിങ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു ചോദ്യമുണ്ട്. കുട്ടിയുടെ പാലുകുടി നിർത്തുന്നതിൻ്റെ റുട്ടീൻ പറയാമോ എന്ന്. അപ്പോൾ ഇതൊരു സംസാരിക്കേണ്ട വിഷയമാണെന്ന് തോന്നി. അങ്ങനെയെങ്കിൽ എപ്പോഴാണ് പാൽക്കുടി നിർത്തേണ്ടത്? എങ്ങനെയാണ് കുട്ടിയെ കരയിപ്പിക്കാതെ ഇത് മാറ്റിയെടുക്കുക? ഞാൻ സയ്യിദ് മുഹമ്മദ് മുബഷിർ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. കുറച്ചധികം മാതാപിതാക്കളോട് സംസാരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് അമ്മമാരോട് ആദ്യം പറയാനുള്ളത് ഇതാണ്. നിങ്ങൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ട് എനിക്ക് കൃത്യമായി മനസ്സിലാകും. കുഞ്ഞിൻ്റെ പാലുകുടി നിർത്തുക എന്നുള്ളത് വെറും ഒരു ശീലം മാറ്റുന്നത് പോലെയല്ല, ഇതൊരു വലിയ ഇമോഷണൽ ജേണിയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുഞ്ഞിനെ മാനസികമായി തളർത്താതെ, അമ്മമാർക്ക് വേദനയില്ലാതെ എങ്ങനെ പ്രാക്ടിക്കലായി പാലുകുടി നിർത്താം എന്നതിനെക്കുറിച്ചാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു പുരുഷനാണെന്നുള്ള പരിമിതികൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു കാര്യം ആദ്യം പറയട്ടെ. ഒരു അമ്മ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ എനിക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് സൈക്കോളജിയിൽ ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്നും, വായിച്ച പുസ്തകങ്ങളിൽ നിന്നും, ആധികാരികമായ വെബ്സൈറ്റുകളിൽ നിന്നും, കൂടാതെ എനിക്ക് യാതൊരു മടിയുമില്ലാതെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന എൻ്റെ കുടുംബത്തിലെ സ്ത്രീകളിൽ നിന്നുമാണ്. എന്നിരുന്നാലും ഇതിൽ എവിടെയെങ്കിലും എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടാകാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രേക്ഷകരും പ്രിയപ്പെട്ട അമ്മമാരും എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ താഴെ കമൻറ്റിലൂടെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുക, അതിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക, വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കുക, അതായത് ലേൺ, അൺലേൺ, റീലേൺ എന്നതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ എപ്പോഴാണ് ഇത് നിർത്തേണ്ടത് എന്ന് നോക്കാം. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം നൽകുകയും പിന്നീട് മറ്റ് ഭക്ഷണങ്ങൾക്കൊപ്പം 2 വയസ്സുവരെയോ അതിനു മുകളിലോ നൽകാമെന്നാണ്. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി ഉണ്ട്. 2 വയസ്സ് കഴിഞ്ഞിട്ടും കുട്ടിക്ക് പാൽ കുടിക്കണമെന്ന് വാശിയുണ്ടെങ്കിൽ അമ്മമാർക്ക് ശാരീരികമായും മാനസികമായും അതിന് തയ്യാറാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അല്ലാതെ അയൽപക്കത്തെ വീട്ടിലെ കുട്ടി 3 വയസ്സ് വരെ കുടിച്ചിരുന്നു, അതുകൊണ്ട് ഞാനും കൊടുക്കണമെന്ന് ചിന്തിച്ച് അമ്മമാർ സ്ട്രെസ് അടിക്കേണ്ടതില്ല. നിങ്ങളുടെ ശരീരം എപ്പോഴാണോ ഇനി വയ്യ എന്ന് പറയുന്നത്, അതാണ് നിർത്താനുള്ള കൃത്യമായ സമയം. അതിലൊരു കുറ്റബോധവും അമ്മമാർക്ക് തോന്നേണ്ട ആവശ്യമില്ല. ഞാൻ ഇനി പറയാൻ പോകുന്നതാണ് ഈ വീഡിയോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേയുള്ള ചില പ്രയോഗങ്ങളുണ്ട്. പാൽക്കുടി നിർത്താൻ മുലക്കണ്ണുകളിൽ വേപ്പെണ്ണയോ കയ്പുള്ള സാധനങ്ങളോ പുരട്ടുക, അല്ലെങ്കിൽ കാപ്പിപ്പൊടിയോ പ്ലാസ്റ്ററോ ഒട്ടിച്ചു വെച്ചിട്ട് അമ്മക്ക് അവിടെ വലിയൊരു മുറിവ് വന്നു, അല്ലെങ്കിൽ അവിടെ പൂച്ച കടിച്ചു എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ പേടിപ്പിക്കുക. ദയവ് ചെയ്ത് ഇത് നിങ്ങൾ ആരും ചെയ്യരുത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ജനിച്ചത് മുതൽ ആ കുഞ്ഞിൻ്റെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടമായിരുന്നു അമ്മയുടെ നെഞ്ചിൻ്റെ ചൂടും ആ പാലും. പെട്ടെന്ന് ഒരു ദിവസം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ സ്ഥലത്ത് നിന്ന് കയ്പ്പ് രസം വരുമ്പോഴോ, അല്ലെങ്കിൽ അത് അപകടമാണെന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോഴോ ആ കുഞ്ഞിൻ്റെ കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന വലിയൊരു ആഘാതമുണ്ട്, അതായത് ട്രോമയുണ്ട്. അത് കുട്ടികൾക്ക് ആൻസൈറ്റി അല്ലെങ്കിൽ അമ്മയോടുള്ള വിശ്വാസക്കുറവുമുണ്ടാകും. അതുപോലെ പെട്ടെന്നൊരു ദിവസം പാൽ നിർത്തരുത്. അമ്മമാരുടെ മാറിടത്തിൽ പാൽ കെട്ടിക്കിടന്ന് കഠിനമായ വേദനയും പനിയും ഉണ്ടാകാൻ ഇത് കാരണമാകും. അതുകൊണ്ട് വളരെ പതുക്കെ ഗ്രാജുവലായിട്ട് വേണം ഇത് നിർത്താൻ. ഇതിനായി ഈ 3 പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ ചെയ്തു നോക്കുക. ഒന്നാമതായി ശ്രദ്ധ മാറ്റുക. കുട്ടി ചോദിച്ചാൽ കൊടുക്കാതിരിക്കരുത്, പക്ഷേ അമ്മയായിട്ട് അങ്ങോട്ട് ചോദിച്ചു കൊടുക്കാനും പാടില്ല. കുട്ടി സാധാരണയായി പകൽ പാൽ കുടിക്കാൻ വരുന്ന സമയമാകുമ്പോൾ അതിന് മുമ്പ് തന്നെ അവരുടെ ശ്രദ്ധ മാറ്റുക. പുറത്തേക്ക് നടക്കാൻ കൊണ്ടുപോവുകയോ പുതിയ കളിപ്പാട്ടങ്ങൾ നൽകുകയോ ചെയ്യാം. സാധാരണയായി അമ്മമാർ പാല് കൊടുക്കാനിരിക്കുന്ന കസാരയിലോ ആ സ്ഥലത്തോ അമ്മ ഈ സമയത്ത് ഇരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ വയറ് നിറയാൻ പാകത്തിൽ അവർക്ക് ഇഷ്ടമുള്ള സ്നാക്സോ മറ്റോ കുറേശ്ശെ കൊടുത്തും ശീലിക്കാവുന്നതാണ്. സ്റ്റെപ്പ് നമ്പർ 2, പതുക്കെ കുറച്ച് കൊണ്ടുവരിക. ഡ്രോപ്പ് 1 ഫീറ്റ്. എല്ലാ ഫീഡിങ്ങും ഒരുമിച്ച് നിർത്തരുത്. കുട്ടിക്ക് ഏറ്റവും കുറവ് നിർബന്ധമുള്ള സമയത്തെ ഫീഡിങ് ആദ്യം ഒഴിവാക്കുക. 3 അല്ലെങ്കിൽ 4 ദിവസങ്ങൾക്ക് ശേഷം മാത്രം അടുത്ത ഫീഡിങ് ഒഴിവാക്കുക. ഇത് അമ്മയുടെ ശരീരത്തിൽ പാലുൽപാദനം സ്വാഭാവികമായി കുറഞ്ഞു വരാൻ സഹായിക്കും. മൂന്നാമത്, രാത്രിയിലെ യുദ്ധം, അതായത് അമ്മയല്ലാത്തവരുടെ ഡ്യൂട്ടി. ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് രാത്രിയിലെ ഫീഡിങ് നിർത്താനാണ്. ഈ സമയത്ത് കുട്ടിയെ ഉറക്കുന്ന ഡ്യൂട്ടി അമ്മയല്ലാത്ത ഒരാൾ, അച്ഛനോ അല്ലെങ്കിൽ മറ്റു ഉത്തരവാദിത്തപ്പെട്ട മുതിർന്നവരോ ഏറ്റെടുക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ട്രിക്ക്. അമ്മയുടെ അടുത്ത് കിടന്നാൽ കുട്ടിക്ക് പാലിൻ്റെ മണം കിട്ടുകയും ഉറക്കത്തിൽ വാശി പിടിക്കുകയും ചെയ്യും. ഈ ദിവസങ്ങളിൽ അച്ഛനോ മറ്റുള്ളവരോ പാട്ടുപാടിയോ കഥ പറഞ്ഞോ എടുത്തുകൊണ്ട് നടന്നോ ഒക്കെ കുട്ടിയെ ഉറക്കാൻ ശ്രമിക്കുക. അച്ഛനും കുട്ടിയും തമ്മിൽ ബോണ്ടിങ് കൂടാൻ ഇതിലും നല്ലൊരു സമയമില്ല.
അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. മുലപ്പാൽ നൽകാതിരിക്കുമ്പോൾ അമ്മക്ക് എന്നോട് ഇപ്പോൾ പഴയ സ്നേഹമില്ല എന്നൊരു തോന്നൽ കുട്ടിക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ അവരെ കൂടുതലായി കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനും അവരോടൊപ്പം ചേർന്നിരുന്ന് കളിക്കാനും അമ്മമാർ പ്രത്യേകം സമയം കണ്ടെത്താം. തനിക്ക് നഷ്ടമാകുന്നത് പാൽ മാത്രമാണെന്നും അമ്മയുടെ സ്നേഹം പഴയതുപോലെ അവിടെ തന്നെയുണ്ടെന്നും കുട്ടിക്ക് ബോധ്യപ്പെടണം. അതുപോലെ പാലുൽപാദനം നിൽക്കുന്ന സമയത്ത് അമ്മമാരുടെ ശരീരത്തിൽ വലിയ ഹോർമോൺ മാറ്റങ്ങൾ നടക്കും. അത് ചിലപ്പോൾ വലിയ വിഷമവും ദേഷ്യവും ഡിപ്രഷനും ഒക്കെ ഉണ്ടാക്കാം. ഇതിനെ പോസ്റ്റ് വീനിങ് ബ്ലൂസ് എന്ന് വിളിക്കും. ഇത് വളരെ സ്വാഭാവികമാണ് എന്ന് അമ്മമാരും പ്രത്യേകിച്ച് അച്ഛന്മാരും തിരിച്ചറിയുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഏത് പ്രായത്തിലാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ പാലുകുടി മാറ്റിയത്? അതിനായി നിങ്ങൾ ചെയ്ത രസകരമായ എന്തെങ്കിലും സൂത്രപ്പണികളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. ഇത് മറ്റമ്മമാർക്കും എന്നെപ്പോലെ ക്യൂരിയോസിറ്റി ഉള്ള അച്ഛന്മാർക്കും ഒരു സഹായകരമാകും. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പാരൻറ്റിങ്.